larger crowd. When I told my friends in Cochin, Ernakulam, that I am going to Kollambar, they all cautioned me. They said, be careful, stalwarts are there, you are going to be put into difficult task. So now I believe I am waiting for the stalwarts. I think some more may be yet to come. ഇന്നത്തെ നമ്മുടെ ഫോർമാറ്റ് എങ്ങനെയാണ് നമ്മൾ ഈ സെഷൻ കൊണ്ടുപോകുന്നു എന്നുള്ളത് I have made a little brief on. I will actually give you a little brief on Insolvency and Bankruptcy Code. ഈ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, ഈ നിയമം നമ്മൾ സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകളിൽ നിന്നും എങ്ങനെ വ്യത്യാസമാണ് എന്നുള്ളത് ഞാൻ പറയുന്നു. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ അതിൻ്റെ പെരിഫറിയിൽ കൂടെ പോകുന്നു. Then I have brought for you ഒരു PPT കൊണ്ടുവന്നിട്ടുണ്ട്, around 50 slides. അത് നമ്മുടെ സമയമുണ്ടെങ്കിൽ ഞാനത് അതിൽ കൂടെ പോയിട്ട് നിങ്ങളെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. Then I will hand over the copy to the President. Lawyers, youngsters who wanted to have a copy, you can take home. That would be the takeaway for this class. In Insolvency Bankruptcy Code എന്ന് പറയുന്ന നിയമം, it is the most relevant topic in India now. ഇന്ത്യൻ പാർലമെൻറ്റ് 2016 ലെജിസ്ലേറ്റ് ചെയ്തൊരു നിയമമാണ്. ഇതുവരെ ഇങ്ങനൊരു നിയമം, ഇത്രയും റിലവൻ്റ് ആയിട്ടൊരു നിയമം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇത് 2016 മെയ്യിലാണ് വന്നത്. ദെൻ നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഡിസംബർ ആയപ്പോൾ ഇറ്റ് വാസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ്. നമ്മൾ വക്കീലന്മാരെല്ലാം പറയാറുണ്ട്, ലോ ഈസ് ഡൈനാമിക് എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയതുകൊണ്ട് ജൂറിസ്പ്രൂഡൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ലോ ഡൈനാമിക് ആണ്. വേറെ ബന്ധാമല്ലേ പറഞ്ഞിരിക്കുന്നത്, ബന്ധാ പറഞ്ഞിട്ടുണ്ട് ലോ ഡൈനാമിക് ആണ് പറഞ്ഞത്. പക്ഷേ ഇഫ് യു അനലൈസ് ദി ഡൈനാമിസം ഓഫ് ലോ, നമ്മൾ അങ്ങനെ ഒരു ലോ ഡൈനാമിക് ആയിട്ട് തോന്നുന്നില്ല അൺലെസ് ഇറ്റ് ഈസ് ടച്ച്ഡ് അപ്പോൺ ഇൻ്റർഫിയർഡ് ബൈ സ്മാർട്ട് ജഡ്ജസ്. ആ ഒരു സമയത്ത് മാത്രമാണ് അതിനൊരു ഡൈനാമിക്സ് ഉണ്ടാകുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ആർബിട്രേഷൻ കൺസിലിയേഷൻ ആക്ട് 1940 എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ എക്കണോമിക് ലെജിസ്ലേഷനിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്. 1940 ലെജിസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അമെൻമെൻറ്റ് വന്നത് 1996 2016 കമ്പനീസ് ആക്ട് 1956 2013 ഒരു അമെൻമെൻറ്റ് വന്നത്. ആ സാഹചര്യത്തിൽ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന ഈ നിയമം 2016 വന്നിട്ട് പാർലമെൻറ്റ് ഇതിനോടകം 6 പ്രാവശ്യം അമെൻഡ് ചെയ്തു. 6 പ്രാവശ്യം അമെൻഡ് ചെയ്തു. അതിന് 18 റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് എല്ലാം 84 തവണ അമെൻഡ് ചെയ്തു. 84 അല്ല, ഇനിയിപ്പോൾ ഒരു 3 കൂടെ വന്നിട്ടുണ്ട്, 87 തവണയായിട്ടുണ്ട്. അപ്പം അത്രമാത്രം വളരെ ഈ നിയമം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനെ വാച്ച് ഔട്ട് ചെയ്യുന്ന ഒരു ബോഡി ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്ര പ്രോആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെല്ലാവരും ഈ നിയമം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിപ്പം ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് ഫേസ് 1 എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയറൊക്കെ ഇറക്കുമ്പോൾ വേർഷൻ 1 എന്ന് പറയുന്നത് ഇപ്പോൾ വേർഷൻ 1 ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വേർഷൻ 2 വരുമ്പോഴത്തേക്കിന് ഇൻഡിവിജ്വൽ ഇൻസോൾവൻസി ഒക്കെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ 138 കേസൊക്കെ ഈ കിടന്ന് ഓടാതെ വളരെ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. അതൊക്കെ 23-24 കാലയളവിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇൻസോൾവൻസി ബാങ്ക്രപ്സിയുടെ ബേസിക്സിലോട്ട് വി ആർ ജസ്റ്റ് ഗോയിങ് ടു അനലൈസ് ദി ബേസിക്സ്. ഇത് I'm taking a caveat, this is not a class, this is only a knowledge sharing session. I am one among you, like a practicing lawyer. I have acquired certain little bit of knowledge in this, which I will be delighted to share with you. This is the purpose. Insolvency and bankruptcy code is the basic. What is insolvency? Insolvency is a condition when you are unable to pay your debt. ഇന്ന് എനിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് എനിക്കൊരു 25,000 ഒരു ലയബിലിറ്റി ഉണ്ട്. ബട്ട് മൈ ക്യാഷ് ഫ്ലോ ഡസൻറ്റ് ഹെൽപ്പ് മീ. ഇന്ന് എനിക്ക് പൈസ ഇല്ല. ഒരു 15 ദിവസം കഴിഞ്ഞാൽ മേ ബി ഐ വിൽ ഗെറ്റ് ദി മണി. അതാണ് ഫസ്റ്റ് ഫേസ് ഓഫ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. അതാണ് ക്യാഷ് ഫ്ലോ റിലേറ്റഡ്.
ഇത് നമുക്ക് ക്യൂറബിളാണ്. അത് നമുക്ക് വലിയ ഡാമേജ് ഇല്ലാത്ത സിറ്റുവേഷൻ മാനേജ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻസോൾവൻസി എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻസോൾവൻസി എന്ന് പറയും. When your total assets are not good enough to meet the liabilities, what will happen is you will end up in deep mess. അതാണ് രണ്ടാമത്തെ ഇൻഷുറൻസ്. അപ്പോൾ ഇത്രയും കാലയളവിൽ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം അത് when that law is put into effect, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുന്നവരുടെ ആസറ്റ്സ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനിയെല്ലാം കൂട്ടിക്കെട്ടി പോകുന്നൊരു സാഹചര്യമാണ്. അവിടെയാണ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് വന്നിട്ട് ഈ ഇൻസോൾവൻസി ഉള്ളവരെ സഹായിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വയമീഡിയ ഉണ്ടായിട്ട് ഒരു റെസൊല്യൂഷൻ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഇൻസോൾവൻസിയിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പം സാധാരണ അതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ എപ്പോഴും ഹീസ് എ റിസ്ക് ടേക്കർ. ആ റിസ്ക് ടേക്കർ അയാളുടെ മേ ബി ഹി മേ ഹാവ് ആൻ ഐഡിയ, he may not have money, so he may have to borrow money from XYZ and get his idea into practice. Practicing in the process, he is actually taking a risk and he is contributing a lot of things to the economy. His GDP is contributing to the GDP, plus he is creating employment. അങ്ങനെ ഒരു നാഷണൽ ബിൽഡിംഗ് പ്രോസസ്സ് നടത്തുന്ന ഒരാളായിരിക്കും ആ റിസ്ക് ടേക്കർ. ആ റിസ്ക് ടേക്കറുടെ സം എറർ ഓഫ് ജഡ്ജ്മെൻ്റ് കൊണ്ട് സപ്പോസ് ഇഫ് ഹി ഈസ് ഗെറ്റിംഗ് ഇൻ ടു a insolvency situation, it is not proper and fair that he should be put to docs. So there should be a law, there should be a mechanism through which we are going to analyze and see whether this person or this company can be put back to the rails. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഞാൻ ഇൻസോൾവൻസി എന്താണെന്ന് പറഞ്ഞു, അത് രണ്ട് തരത്തിലുള്ള ഇൻസോൾവൻസി എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ റെസൊല്യൂഷൻ പാക്കേജ് അപ്രോച്ച് ചെയ്ത് നോക്കും, ഇത് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നില്ല. രക്ഷപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഫൈനലി ഒരു കമ്പനിയാണെങ്കിൽ ദാറ്റ് കമ്പനി വിൽ ഗോ ഇൻ ടു ലിക്വിഡേഷൻ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ദാറ്റ് ഇൻഡിവിജ്വൽ വിൽ ബി പുട്ട് ടു ബാങ്ക്രപ്സി. ഈ ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും പാപ്പരായി എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ പാപ്പരായി എന്ന് പറയും. അതിനൊരു നാണക്കേടായിട്ട് എടുക്കും, അയ്യോ പാപ്പരായി, എൻ്റെ ബിസിനസ് പൊളിഞ്ഞ് പാപ്പരായി എന്ന്. എന്നാൽ അങ്ങനെയല്ല, എല്ലാ ബിസിനസ്സിലും ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ഉണ്ടാവാം ഫോർ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കോവിഡ് വന്നു, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം നോബഡി കുഡ് ആൻറ്റിസിപ്പേറ്റ് സച്ച് ആൻ എക്സ്റ്റേണൽ ഫാക്ടർ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ ടൈഡ് ഓവർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടെ ഈ ഇൻസോൾവൻസിയിൽ ഇതിലുണ്ട്. അപ്പോൾ ആ റെസൊല്യൂഷൻ പാക്കേജ് നടപ്പാക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു കമ്പനിയാണ്, ദാറ്റ് കമ്പനി വിൽ ഗോ ഇൻ ടു ലിക്വിഡേഷൻ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ബാങ്ക്രപ്റ്റ് ആവും. ആ ബാങ്ക്രപ്സി ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൂടെ ഡിക്ലെയർ ചെയ്യുന്ന സിറ്റുവേഷനാണ് ശരിക്കും അതിൻ്റെ ഒരു ലീഗൽ പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ദി എൻഡ് ഓഫ് ദ ലൈഫ്. അത് കഴിഞ്ഞ് ഹി വിൽ ഗെറ്റ് എ ഡിസ്ചാർജ്. ആഫ്റ്റർ സം ടൈം ഹി വിൽ ഗെറ്റ് എ ഡിസ്ചാർജ്, ഹി ക്യാൻ സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ. അപ്പം ഈ ഡെവലപ്ഡ് നേഷൻസിൽ ഒക്കെ സമാനമായ നിയമങ്ങളുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഈ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദേ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് നിയമം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, he has took advantage of the insolvency law in US 3 times. At the financial distress വരുമ്പോൾ he himself says I am in distress, and then he will sit with his creditors and say I don't have money to pay you. If you are going to liquidate me, this is what I have. But this, if you are ready to agree for this, I will start paying you this. So the creditors will also agree to such a situation. അതാണ് അതിൻ്റെ ഒരു റെസൊല്യൂഷൻ പാക്കേജ്. അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രത്യേകമായ നിയമമാണ് ഇന്ത്യ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു കമ്പനി ചിലപ്പോൾ ഇൻസോൾവൻസിയിലാകാൻ ഉള്ള റീസൺ അതിൻ്റെ ഒരു ബാഡ് മാനേജ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് മേ ഹാവ് കോസ് സം കൈൻഡ് ഓഫ് എ ഫ്രോഡ്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ചെയ്തിരിക്കാം. അങ്ങനെയുള്ള ഫ്രോഡ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ കാറ്റഗറി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യും. ഈ കമ്പനിയെ ഷുഡ് ബി കെപ്റ്റ് അവേ ഫ്രം ദി ഡയറക്ടേഴ്സ്, or
ദി ഫോൾട്ടി മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻറ്റിൽ നിന്ന് മാറ്റി നിർത്തി ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണൽ അവിടെ വന്ന് ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്ത് റെസൊല്യൂഷനിലോട്ട് കൊണ്ടുപോയി ഇത് വേറൊരാളിനെ ഏൽപ്പിച്ച് ഈ കമ്പനിയുടെ നെറ്റ്വർത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അക്കൂട്ടത്തിൽ എംപ്ലോയ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധാ മെക്കാനിസമാണ് ഇൻസോൾവൻസി എന്നൊരു ചെറിയ ബ്രീഫിൽ പറയാം. ഇനി ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു ഈ നിയമം വരുന്നതിന് മുമ്പ് എന്തൊക്കെ നിയമം ഉണ്ടായിരുന്നു എന്നുള്ളത്. ബ്രിട്ടീഷുകാരോട് ഭരിച്ചുകൊണ്ടിരുന്നപ്പം അവരുടെ ബോംബെ, ഡൽഹി, കൽക്കട്ട, മദ്രാസ് എന്ന് പറയുന്ന ടൗൺസിൽ ദേ ഹാഡ് ആൻ ഇൻസോൾവൻസി ആക്ട് കോൾഡ് പ്രൊവിൻഷ്യൽ ടൗൺ ഇൻസോൾവൻസി ആക്ട് 1909. പിന്നെ രണ്ടാമത് 1920 ആക്ച്വലി പ്രസിഡൻസി ടൗൺ ഇൻസോൾവൻസി ആക്ട് 1909. 1920 മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം കൂടെ പ്രൊവിൻഷ്യൽ ഇൻസോൾവൻസി ആക്ട് എന്ന് പറഞ്ഞ ഒന്നുണ്ടായി. ഈ രണ്ട് നിയമങ്ങളും ഒരാൾക്ക് ഒരു ലയബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ കേസ് കൊടുത്ത് അയാളുടെ പണം റിക്കവറി ചെയ്യാനുള്ള മെക്കാനിസമാണ്, അല്ലാതെ അയാളെ രക്ഷപ്പെടുത്താനും റിസോൾവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം അതിൻ്റെ അതില്ല. അത് കഴിഞ്ഞിട്ട് സിക്ക് ഇൻഡസ്ട്രീസ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് നിയമം കൊണ്ടുവന്നു. അത് ഇൻഡസ്ട്രീസിൽ when industries get into trouble, their sickness will be analyzed and try to sort out ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അത് കഴിഞ്ഞ് 1956 കമ്പനീസ് ആക്ടിൽ there are several provisions which fall under liquidation, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ഉപേക്ഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റിക്കവറി ഓഫ് ഡെറ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ നിയമവും സർഫാസി ആക്ടും എല്ലാം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അവർക്ക് കൊടുത്തിരിക്കുന്ന കടം കോർട്ടിൻ്റെ ഇൻ്റർവെൻഷനോ കാലതാമസമോ ഇല്ലാതെ റിക്കവർ ചെയ്യുന്ന മെക്കാനിസം. ഇതെല്ലാം റിക്കവറി മെക്കാനിസമാണ്. ദർ ഇസ് നോ റെസൊല്യൂഷൻ മെക്കാനിസം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് വന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊല്ലത്തെ ഒരു കഥ പറയാം. ഇത് നിങ്ങൾ വേണേൽ അതിൻ്റെ സൈറ്റേഷൻ എടുത്തു. AAR 1957 SCR 25 സുബ്രഹ്മണ്യ അയ്യർ വേഴ്സസ് ഒഫീഷ്യൽ റിസീവർ ഓഫ് കൊല്ലം എന്നാണ് ആ കേസിൻ്റെ പേര്. കൊല്ലം, ആസ് യു ഓൾ നോ, വാസ് ദി കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ഓഫ് കേരള. ഇപ്പോഴാണ് എറണാകുളമാണെന്നൊക്കെ എല്ലാവരും പറയുന്നത്. ആൻഡ് കൊല്ലം പീപ്പിൾ ആർ വെരി ഫേമസ് ഫോർ ദെയർ ബിസിനസ് അക്യൂമിൻ. അപ്പോൾ ഇവിടെ കൊല്ലത്തെ ഒരു പ്രോമിനൻറ്റ് ഫാമിലി കോയ കുഞ്ഞെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. 1920, ഐ എം ടോക്കിംഗ് അബൌട്ട് 1920. ഹി വാസ് ഇൻ ടു യാൺ ബിസിനസ്, പ്രൊവിഷൻ ബിസിനസ്, അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകാരായിരുന്നു. ആൻഡ് ഹി വാസ് ഡൂയിങ് എക്സ്ട്രീംലി ഫൈൻ. പ്രോബ്ലി നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ പക്ഷേ ഈ ഫാമിലിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും, അവരൊന്നു. അയാൾ ഈ ബിസിനസ് നല്ല ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഹി ഡൈഡ്. ദെൻ ഹിസ് ഫാമിലി ത്രൂ എ പവർ ഓഫ് അറ്റോർണി handed over the responsibility of the business to the elder son. The elder son was more enterprising. He started a tile factory, construction and various things. And those days, banking was not prominent. Banks were not there. Kollam Mercantile ഏതോ ഒരു ബാങ്ക് കൊടുത്തു. അപ്പോൾ അന്ന് ഈ ലോക്കൽ ഇൻഡിജിനസ് മണി ലെൻഡേഴ്സ് ആണ് ദി ഹോൾ സോഴ്സ് ഓഫ് ഇന്ത്യാസ് ഫൈനാൻസ്. നിങ്ങൾ ഈ ബേസിക് എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പം ഇൻഡിജിനസ് മണി ലെൻഡേഴ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പഠിക്കും. അത് ഇപ്പോഴാണ് അങ്ങനെയുള്ളവരെയൊക്കെ വളരെ കെയർഫുള്ളായിട്ട് നിയമത്തിൽ കൂടെ ഹാൻഡിൽ ചെയ്തത്. പണ്ട് അങ്ങനെയുള്ളവരായിരുന്നു നമ്മുടെ എക്കോണമിയെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ അയ്യറിനെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന മങ്കം പട്ടർ എന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ മകൻ പോയി 75,000 rupees കടം വാങ്ങിച്ചു. ദി സെക്യൂരിറ്റി ഗിവൺ വാസ് എ പ്രോമിനൻറ്റ് ലാൻഡ് ഇൻ സിറ്റി, കൊല്ലം സിറ്റിയിലുള്ള ഏതൊരു പ്രോമിനൻറ്റ് ലാൻഡാണ്, വർത്ത് എ ലോട്ട് ഓഫ് വാല്യൂ. എന്നിട്ട് വാട്ട് ഹി ഹാസ് ഡൺ ഇസ് ദേ ഹാവ് ക്രിയേറ്റഡ് എ മോർഗേജ്, യൂസുഫക്ചറി മോർഗേജ് ക്രിയേറ്റ് ചെയ്തു, ആൻഡ് വിത്ത് 9% ഇൻട്രസ്റ്റ്. എന്നിട്ട് അറ്റ് ദി സെയിം ടൈം ആ മോർഗേജ് പ്രോപ്പർട്ടി വാസ് ലീസ് ബാക്ക് ടു ദി മോർഗേജർ ഫോർ 6,750 rupees പെർ മന്ത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അറൗണ്ട് 18% ഇൻട്രസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് ഈ മോർഗേജ് റൈറ്റ്, മോർഗേജിൻ്റെ റൈറ്റ് ഉണ്ടല്ലോ, വൺസ് എ മോർഗേജ് ഓൾവേസ് എ മോർഗേജ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, ആ മോർഗേജ് റൈറ്റ് ഈ മകൻ വേറൊരു ക്രെഡിറ്റർക്ക് 85,000 കൊടുക്കാനുള്ള ക്രെഡിറ്റർക്ക് വിട്ടു.
Creditor soon realized that the family is in deep stress, and if I am going to wait for long, I may not get any money. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഡിസ്ട്രിക്ട് കോടതിയിൽ ഈ ട്രാവൻകൂർ ഇൻസോൾവൻസി ആക്ട് ഇൻവോക്ക് ചെയ്തുകൊണ്ട് he filed a case to declare the family as insolvent. ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു ഒഫീഷ്യൽ റിസീവറെ അപ്പോയിൻറ്റ് ചെയ്തു. ദാറ്റ് ഒഫീഷ്യൽ റിസീവർ റിസീവർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയൊക്കെ ടേക്ക് ഓവർ ചെയ്യണം. ടേക്ക് ഓവർ ചെയ്ത് മാനേജ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ റിയലൈസ് ദാറ്റ് ദർ ആർ സർട്ടൻ documents there. There is a mortgage, there is a lease back deed and all this stuff. Then he filed a case saying that this is a cooked up document. This is a collusion document. Anticipating insolvency, they have done it with the connivance of the financier. അപ്പോൾ കോടതി ഇതിൻ്റെ അത് ഇടപെട്ട് ഇത് ക്യാൻസൽ ചെയ്തു. ഈ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്തു. സോ ദി ഫൈനാൻസിയർ വാട്ട് ഹി ഡിഡ് ഈസ് ഹി ഹാഡ് ടു ഫൈറ്റ് കേസ്. കൊല്ലത്തുനിന്ന് കഴിഞ്ഞു ഹൈക്കോടതി പോയി. ഹൈക്കോടതിയിൽ നിന്ന് അയാൾ സുപ്രീം കോടതി പോയി. ഇത് ജഡ്ജ്മെൻറ്റ് വന്നത് 1924 കൊടുത്ത കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത് 1957. അപ്പോൾ 35 വർഷം ഫൈനാൻസർ, ശരിക്കുള്ള ഒരു ഫൈനാൻസർ ഹാഡ് ടു സഫർ 35 years. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? മണി ഹാസ് ടു, എല്ലാവരുടെയും ബിസിനസ് ഐഡിയ ഉണ്ട്. എവരിബഡി നീഡ്സ് മണി. അൺലെസ് ആൻഡ് അണ്ടിൽ ദി ഫൈനാൻസിയർ ഹു ഇസ് വിത്ത് ദി മണി ഈസ് വില്ലിംഗ് ടു ഗിവ്, ആരും പണം കൊടുക്കത്തില്ല. somebody people will keep it inside the തലേനടിയിൽ അങ്ങനെ വെച്ചിട്ട് ശരിക്കും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ മറ്റുള്ള നിയമങ്ങളും സർഫാസി വന്നതും റിക്കവറി ഓഫ് ഡെറ്റ് വന്നതും ഇതെല്ലാം വന്നിട്ട് ഇതെല്ലാം ടൈം ബൗണ്ട് അല്ല. ഇതെല്ലാം റിക്കവറി മെക്കാനിസമാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഗവൺമെൻറ് they also found out that in 2000 to 2018 public sector banks have given large money to corporates. എന്നിട്ട് അവരുടെ എല്ലാം NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് എല്ലാം കൂടെ 2.3 lakh crore ആണ്. ഇത്രയും ആയിരുന്നു നോൺ പെർഫോമിംഗ് ലോൺ. ഈ നോൺ പെർഫോമിംഗ് ലോൺ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ബാങ്കിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയും, ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയും. ഇന്ത്യൻ ബാങ്ക്സ് ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലോട്ട് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വല്ലോ കൊടുക്കുകയാണെങ്കിൽ they will have difficulty to get it verified or approved by the other banks. Further, ഇങ്ങനെയുള്ള കൂടാതെ ഈ ഇന്ത്യൻ when your credit rating is low, when you want to borrow money from public, you have to pay higher rate. ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞാൽ അങ്ങനെ ഉണ്ട്. അപ്പം ബാങ്ക്സ് എന്താ പറ്റുക? ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു ദി എക്സിസ്റ്റിംഗ് ലോ, ഇപ്പോൾ ഉള്ള നിയമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ 2.3 lakh crore ഡെറ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഷുഡ് ബി എ ന്യൂ ലോ എന്ന് പറഞ്ഞ് ബാങ്കിങ് ലോ റിഫോംസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കി. ദാറ്റ് കമ്മിറ്റി ഹാസ് കം അപ്പ് വിത്ത് ദി സജഷൻ ആഫ്റ്റർ സ്റ്റഡിയിങ് ദി വേരിയസ് നിയമങ്ങൾ ഓഫ് USA യിലും UK യിലും ജപ്പാനിലെയും സിംഗപ്പൂരിലെയും ഒക്കെയുള്ള ഇൻഷുറൻസ് നിയമങ്ങളൊക്കെ പഠിച്ച ശേഷം they have come up, they have made a suggested for this banking law reforms committee has suggested this insolvency bankruptcy code which came in 2016. ഇനി ഈ ഇൻഷുറൻസ് നിയമം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഇവിടെ ഇപ്പം കോൺട്രാക്ട് ആയിട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ നമ്മൾ കേസ് ഉണ്ടാക്കി കോടതി കൊടുത്തു, കോടതി ആണല്ലോ. ഇതങ്ങനെയല്ല. ഇറ്റ് റൺസ് ഓൺ 5 pillars എന്ന് പറയും. ഇത് റെഗുലേറ്റ് ചെയ്യുന്നൊരു ബോഡിയുണ്ട്. അതിന് ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും, IBBI. 1. 2, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി. അത് ഒരു സെക്കൻഡ് ലെവൽ റെഗുലേറ്ററാണ്. ഇത് ബാർ കൗൺസിലിൻ്റെയൊക്കെ റോളാണ് അത് ചെയ്യുന്നത്. 3, ഇൻഫർമേഷൻ യൂട്ടിലിറ്റി. അത് ഒരു ഡിജിറ്റൽ രജിസ്ട്രേഷൻ മെക്കാനിസമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോൺ റെക്കോർഡ്സ് എല്ലാം ഈ ഡിജിറ്റൽ ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്, ദിസ് ബാങ്ക് ഹാസ് ഗിവൺ ദിസ് ലോൺ ടു ദിസ് പേഴ്സൺ ആൻഡ് ദർ ഈസ് എ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗുഡ് ഇനഫ് ഫോർ ദി കേസ് ടു ഗോ ഓൺ. വേറെ നമ്മൾ ഈ സാധാരണ ഒരു
ക്രിമിനൽ കേസിലൊക്കെ ചെയ്യുന്ന പോലെ ഡോക്യുമെൻ്റ് മാർക്ക് ചെയ്യുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സമയം ഒന്നും മെനക്കെടേണ്ട കാര്യമില്ല. പിന്നെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, ഇതെല്ലാം ഇതിൻ്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നാഷണൽ കമ്പനി ലോ. ഓൺ ദി ടോപ്പ് ഓഫ് ഓൾ, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഐ ആം ആൻ ഇൻസോൾവൻസി പ്രൊഫഷണൽ. ഇതാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം. വക്കീൽമാർക്ക് ക്വാളിഫൈ ചെയ്യാവുന്ന ഒരു എക്സാമിനേഷനാണ്. ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഈ എക്സാമാണ്. ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. 10 കൊല്ലം പ്രാക്ടീസുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ്, അഡ്വക്കേറ്റ്സ് ആണ് ഇത് എഴുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 15 കൊല്ലം മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എഴുതുന്നത്. ഒരു ലിമിറ്റഡ് ഇൻസോൾവൻസി എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം പാസ്സാകണം. അത് കൺസിഡർ ടു ബി ടഫാണ്. കാരണം വൈഡ് സബ്ജക്ട്സ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൺസിഡർ ടു ബി ടഫാണ്. ബട്ട് ഇറ്റ് ഈസ് ഈസിലി, നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസിലി ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇഫ് ഐ കുഡ് ക്രാക്ക്, ഓൾ ഓഫ് യു കുഡ് ക്രാക്ക്. അപ്പം അത് പാസ്സാകണം. പിന്നെ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി ഒരു 50 hour കോച്ചിങ് ട്രെയിനിങ് സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ തന്നെ ഒരു എക്സാം ഉണ്ടാകും. അത് പാസ്സാകണം. Then you have to register with the Insolvency Professional Agency, and through that you will register with the IBBA. അങ്ങനെ ഈ പ്രോസസ്സിൽ കൂടെയാണ് ഇത്. അങ്ങനെ ഈ 5 പില്ലേഴ്സ് എന്ന് പറയും. ഈ 5 പില്ലേഴ്സിനാണ് IBC എക്കോ സിസ്റ്റം എന്ന് പറയും. IBC എക്കോ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 പില്ലേഴ്സും കൂടിയാണ് ഈ നിയമം നടപ്പാക്കുന്നത്. ഈ നിയമത്തിൽ 8 പ്രോസസ്സുണ്ട്. ഒന്ന്, ഒരു കമ്പനിയോ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയോ ഒക്കെ ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യം ഒരു റിസോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കുന്ന ഒരു സ്റ്റേജ്. അതിന് കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് പറയും. CIRP എന്ന് പറയും. കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകും, ലിക്വിഡേഷനിലോട്ട് പോകും. പിന്നെ അടുത്ത വേറൊരു പ്രോസസ്സ് ഉള്ളത് ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സ് എന്ന് പറയും. അത് ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. പിന്നെ PPIR, പ്രീ പാക്കേജ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ്, അത് MSMEക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അത് നോട്ടിഫൈ ചെയ്തു. അത് അത്ര എഫക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അത് ഒരു ഡിഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സുമായിട്ട് ദേ ഹാവ് ടു സിറ്റ് വിത്ത് ദി ക്രെഡിറ്റേഴ്സ്, മേക്ക് എ ബേസ് റെസൊല്യൂഷൻ പ്ലാൻ, എന്നിട്ട് ഒരു ഡെറ്റ് റീസ്ട്രക്ചറിങ് മെക്കാനിസം പോലെയാണ് ഉള്ളത്. പിന്നെ വോളണ്ടറി ലിക്വിഡേഷൻ എന്ന് പറയുന്ന, കമ്പനികൾക്ക് വോളണ്ടറി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യണം. ലയബിലിറ്റി ഒന്നുമില്ല എങ്കിൽ അത് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം. പിന്നെ ഫ്രഷ് സ്റ്റാർട്ട് പ്രോസസ്സ്, സാധാരണ നമ്മൾ ഈ കർഷക കടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ 60,000 രൂപയുള്ള കടങ്ങളൊക്കെ അതും നോട്ടിഫൈ ചെയ്തിട്ടില്ല. അതൊക്കെ ഉടനെ നോട്ടിഫൈ. പിന്നെ ഇൻഡിവിജ്വൽസ്, ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റ്സാണ്. ഇൻഡിവിജ്വൽസിൻ്റെ ഇതുപോലെ ഇൻസോൾവൻസി വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഇൻസോൾവൻസിന് അവരെ രക്ഷപ്പെടുത്താനുള്ള ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ്സ്, ഇത്രയും 8 പ്രോസസ്സുണ്ട്. നമ്മൾ ഇന്നിട്ട് സംസാരിക്കാൻ പോകുന്ന